നമ്മുടെ പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. പുഴയോട് ചേർന്നിരിക്കുന്ന ആ സ്ഥലത്താണ്. കാരണം മലയോരത്തല്ല, മലമേഖല ആ മലയുടെ ഭാഗത്തല്ല, പുഴയുടെ ഭാഗത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കാര്യത്തിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞത് മൃതദേഹം കിട്ടി എന്നുള്ള കാര്യമായിരുന്നു. പിന്നീടാണ് പറഞ്ഞത് ഇത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പക്ഷേ അത് എക്സാക്റ്റ് സ്പോട്ട് ഏതാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. കാരണം ഈ സംഭവ സ്ഥലത്തിൽ നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത് കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒരു സംശയം കൂടി, നമ്മൾ മലയാളികളായ ഒരു സന്നദ്ധ പ്രവർത്തകരെയും ഈ തെരച്ചിലിന് വേണ്ടി ഉള്ളിലേക്ക് വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആർമിയുടെ യൂണിറ്റ് അവിടെ എത്തിയോ? അഭിഷേക് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. കടന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുവഴി കടന്നു പോയിട്ടില്ല. SDRFന്റെ ഒരു 3 വാഹനം മാത്രമാണ് ഇതിൽ കടന്നുപോയത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ 2-3 വാഹനം കൂടി ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആർമിയുടെ വാഹനം ഇതുവഴി കടന്നു പോയി. അവർ വഴിയിലാണ്. അവർ യാത്ര അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആർമിയുടെ വാഹനം അങ്ങോട്ട് പോകും. ഈ മൃതശരീരം കണ്ടെടുത്തതോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ആർമി സ്ഥിരീകരിക്കുന്നില്ല. ആർമി നേരത്തെ തന്നെ ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അഭിഷേക് അങ്ങനെയാണെങ്കിൽ സ്ഥലത്തുണ്ട്. ഞാനിപ്പോൾ അഭിഷേകുമായി ബന്ധപ്പെട്ടപ്പോൾ അഭിഷേക് പറയുന്നത് അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഉദ്യോഗസ്ഥ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു സംശയം എന്ന രീതിയിൽ മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. മനാഫിൻ്റെ ഒരു കോട്ടായിട്ടാണ് നമ്മളത് കൊടുക്കുക. മനാഫിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ മൃതശരീരം, അത് സണ്ണി ഗൗഡയുടെ മൃതശരീരമായിരിക്കും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ലഭ്യമാവുക. സണ്ണി ഗൗഡയാണ് ആ തീരത്തിനപ്പുറം ഉൾവരയിൽ താമസിച്ചിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. അവരുടെ വീട് പൂർണ്ണമായും തകർന്നുപോയി എന്ന് മാത്രവുമല്ല, ഈ പുഴയുടെ അക്കരക്കരയിലാണ് സണ്ണി ഗൗഡ താമസിച്ചിരുന്നത്. ഇവിടേക്ക് മണ്ണ് വന്നിടിഞ്ഞ് ഏകദേശം ഒരു 100 മീറ്ററോളം മണ്ണ് പോയതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ ആ മണ്ണിടിഞ്ഞതിൻ്റെ വലിയ സമ്മർദ്ദത്തിൽ അക്കരയിൽ ഒരു വലിയ സുനാമി പോലെ വെള്ളം ഇരച്ചു കയറുകയും ഒരു വീട് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം എടുത്തുകൊണ്ട് പോയി. ആ ഭാഗത്തുണ്ടായിരുന്ന ആ വീട്ടിൽ താമസിച്ചിരുന്ന സണ്ണി ഗൗഡയാണ് കാണാതായ സ്ത്രീ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃതശരീരം ഇപ്പോൾ സ്ത്രീയുടെ ശരീരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സണ്ണി ഗൗഡ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അപ്പോഴും ചില ആശങ്കകളും സംശയങ്ങളും ഉള്ളത്, ഈ സ്ഥലത്തുള്ള നമ്മുടെ ലക്ഷ്മണൻ്റെ ചായക്കടയിൽ കൂടുതൽ പേർ ചായ കുടിക്കാൻ എത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാവിലെ 8:45 കാര്യം ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ധാരാളം വാഹനങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ അപകടത്തിന് തൊട്ട് മുമ്പ് ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് പേര് ഈ വഴി യാത്ര ചെയ്യുന്നതാണ്. വളരെ തിരക്കുള്ള റൂട്ടാണ് ഈ കന്യാകുമാരി പനവിൽ നാഷണൽ പാത 66. അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ മിസ്സിംഗ് കേസായി ഇപ്പോൾ നിലവിലുള്ളത് 3 പേരുടെ കാര്യത്തിൽ മാത്രമാണ്. അതിൽ ഒരാൾ സ്ത്രീയാണ്, ബാക്കി 2 പേരിൽ ഒരാൾ ജഗന്നാഥാണ്, മറ്റൊന്ന് ലോകേഷാണ്, പിന്നെ നമ്മുടെ അർജുനുമാണ്. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആർമി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആർമി ആ ബാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അഭിലാഷ്, ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? എത്ര പോലീസുകാർ അവിടെയുണ്ട്? ആരെയും അവർ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് പോലും അവർ ആരെയും കടത്തിവിടുന്നില്ല. ശക്തമായ പ്രഷറുണ്ട് എന്നാണ് പറയുന്നത്. വനിതാ പോലീസുകാരെ അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ മുതിർന്ന DYSP റാങ്കിലുള്ള പോലീസുകാരും അവിടെ ഇല്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരൊന്നും ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. SDRFന്റെ കൂടുതൽ വാഹനങ്ങൾ അകത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരു 7-8ഓളം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവരാണ് ഇപ്പോൾ ഇവിടെ വാഹനം തടയുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള വാഹനങ്ങൾ, പോലീസ് വാഹനം അടക്കം ഉള്ളോട്ട് കടത്തിവിടുകയും ചെയ്തത്. ഒന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ കാണാം. ഇന്ന് ഇപ്പോൾ റോഡ് നാഷണൽ ഹൈവേ തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ലോറികളടക്കം നീണ്ട നിര ഇപ്പോൾ നമുക്ക് മറുഭാഗത്ത് കാണാം. ഏതാണ്ട് 100ഓളം ലോറികൾ ഒരു വശത്ത് വന്ന് നിർത്തിയിട്ടിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ റോഡ് തുറന്നു കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ലോറികൾ ഇപ്പോൾ ഈ ഭാഗത്തായി നിർത്തിയിട്ടിരിക്കുന്നത് വേണം കരുതാൻ. അതായത് അല്പസമയങ്ങൾക്കകം തന്നെ ഈ റോഡ് ഒരു വശം തുറന്നു കൊടുക്കാനുള്ള ഒരു സാധ്യത ആ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളെ ഇപ്പോഴും അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായില്ല. ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടു, പക്ഷേ ഒരു അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ജില്ലാ കലക്ടർ പറയുന്നത് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്ന കാര്യം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല. അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ജില്ലാ കലക്ടറെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതും ഒക്കെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ പോലീസിൻ്റെ നേതൃത്വത്തിലാണ്.
പോലീസ് ഒരു കാര്യം സമ്മതിക്കുന്നില്ല, ഇന്റർഫിയർ ചെയ്യുന്നു. പല ഘട്ടത്തിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ള അതിഗുരുതരമായ ആരോപണമുണ്ട്. നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്. താൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം തൻ്റെ കൈവശമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ നിന്ന് വന്നിരുന്ന ദൗത്യ സംഘാംഗങ്ങൾ തനിക്ക് വളരെ ഗുണകരമായിരുന്നു. പക്ഷേ അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ അവർ അംഗീകരിച്ചിരുന്നില്ല. ഇന്നലെ ഉച്ചയോടുകൂടി വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യേറ്റവും വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അക്കാര്യങ്ങളൊന്നും താൻ തുറന്നു പറയാതെ ക്ഷമിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിൽക്കുന്ന ഒരു സിവിലിയൻ മാത്രമാണ് താൻ. തനിക്ക് ഓർഡർ ഇടാൻ കഴിയില്ല, അവർ പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ ഇത്തരത്തിലൊരു ദുരന്തമുഖത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു ദുരന്തത്തെ തുടർന്ന് നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയൊരു ദുരന്തമായി മാറുന്നു എന്ന് വേണം നമുക്കും പറയാൻ. അതായത് വളരെ കാര്യക്ഷമതയില്ലാതെ തുടക്കത്തിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ നടത്തിയ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് നിൽക്കുന്നത്. ഈ 8ാം ദിവസം പോലും ഒരു കാര്യത്തിലും ഒരു ഏകോപനമോ ആരെ കടത്തിവിടണമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താനോ അത് ആരാണ് എടുക്കേണ്ടതെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല. പോലീസിന്റെ ഒരു ആക്ടിംഗ് ആണ് ഈ ഘട്ടത്തിൽ പോലും ഇവിടെ കാണുന്നത് എന്ന് വേണം പറയാൻ.